രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സിസ്റ്ററുടെ മോള് ഒരു എന്തോ ഒരു അരിഞ്ഞാണം കിട്ടുന്ന എന്തോ ഒരു ചടങ്ങാണ്ട്. അപ്പോൾ ആ ചടങ്ങിൽ രാഹുലിൻ്റെ സിസ്റ്ററും ആ കുഞ്ഞും പിന്നെ സിസ്റ്റർ ഹസ്ബൻഡും ഇപ്പം ഇവരിരുന്നിട്ട് ആ ചടങ്ങ് നടത്തുന്നുണ്ട്. ഞാനൊരു വീഡിയോ വിഷ്വൽ കൂടെ വെച്ച് തരാം. അപ്പം എനിക്ക് തോന്നുന്നു അരിഞ്ഞാണം കിട്ടുന്നൊരു ചടങ്ങാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അതൊരു സ്റ്റുഡിയോ, ആ സിസ്റ്ററെ ഒരുക്കിയിരിക്കുന്ന മേക്ക് ഓവർ സ്റ്റുഡിയോ ആ ഒരു വീഡിയോ എടുത്ത് അവരെ പേജിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ മൊത്തവും കുരു പൊട്ടിയിട്ട് സംഖ്യകളുടെയും കമ്മികളുടെയൊക്കെ കുരു പൊട്ടുന്ന കമൻറ്റുകൾ, എന്തൊരു മോശമായിട്ടുള്ള രീതിയിലേക്കാണ് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ കിടക്കുന്നത് നമ്മുടെ മലയാളികളുടെ സംസ്കാരം ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇത് വേറൊരു ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ അടിയിലാണ് ഇത്രയും മോശമായിട്ടുള്ള കമൻറ്റുകൾ കുരു പൊട്ടിയിട്ടിട്ടേക്കുന്നത്. രാഹുലിനെ കണ്ടിട്ടാണല്ലോ, അത് വേറെ ആരൊന്നുമല്ല. രാഹുൽ ആ കുഞ്ഞിന് അരിഞ്ഞാണം കെട്ടിക്കൊടുത്തു എന്നതിൻ്റെ ഒരു പേരിലാണ് ഇത്രയും മോശമായിട്ട് ആ കുഞ്ഞിനെയും ആ സിസ്റ്ററെയും ആ സിസ്റ്ററുടെ ഹസ്ബൻഡിനെയും എല്ലാം ചേർത്തിട്ട് മോശമായിട്ടാണ്, വളരെ മോശമായിട്ട് കണ്ടിട്ട് അറപ്പുളവാകുന്ന കമൻറ്റുകളാണ്. ഇതിന് മാത്രം പുള്ളി എന്ത് തെറ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളി അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പുള്ളി അഭിനയിച്ച് കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ പബ്ലിക്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ അടിയിൽ പോയിട്ട്, വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റുകൾ ഇടുന്നതൊക്കെ മലയാളികളെ ഒരു തരം വിനോദമാണ്. അത് ഓക്കെ, ശരി തന്നെ. പക്ഷേ ഇത് പുള്ളിയുടെ സ്വന്തം ഐഡിയിലാണ് പുള്ളി ഇട്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ വേറെ ഏതോ ഐഡിയിൽ ഇട്ടേക്കുന്ന കമൻറ്റ് സ്വന്തം ഐഡിയിലാണെങ്കിൽ ഓക്കെ, പുള്ളി അതിനുള്ള മറുപടി പുള്ളി കൊടുക്കും. പക്ഷേ വേറെ ഏതോ ഐഡിയിൽ ഇട്ടേക്കുന്ന വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഇത്രയും മോശമായിട്ട് കമൻറ്റ് ഇട്ടേക്കുന്ന ഓരോ ആളുകൾ, സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിൻ്റെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങളെ വീട്ടിലും ഇതുപോലെ പുള്ളിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും അത് നിയമപരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, അതിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ തെറ്റ് പറ്റാത്തതായിട്ട് ആരുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ കമൻ്റ് ഇടുന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തുന്ന ആളുകളെല്ലാം അത്ര പെർഫെക്റ്റ് ആണോ? ഒരു മനുഷ്യനും പെർഫെക്റ്റ് ആകത്തില്ല. നമ്മളതായിട്ട് നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കി. നമ്മളെല്ലാം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലേ. എന്നാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സന്തോഷമായിട്ടുള്ളൊരു ചടങ്ങാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടിട്ട് ഏകദേശം ഞാൻ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10,000 വ്യൂസ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ 1 മില്യൺ വ്യൂസ് പോയി. 10,000 കമൻറ്റുകളോളം അടുപ്പിച്ച് ഇതിനകത്ത് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഓക്കെ, രാഹുൽ അമ്മാവൻ സിസ്റ്ററിൻ്റെ മോളാണോ മോനാണെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അമ്മാവനാവും. പക്ഷേ ആ അമ്മാവൻ പുള്ളിയുടെ എന്തോ ഒരു സ്നേഹ സമ്മാനമായിട്ട് ആ കുട്ടിക്ക് എന്തോ കൊടുക്കുന്നതായിട്ട് ആ വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫുൾ ലെന്തില്ല, പകുതി വീഡിയോസേ ഉള്ളൂ. അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആ കമൻറ്റുകളൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് നോക്കണം. അറപ്പുളവാകുന്ന കമൻറ്റുകളാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ആവരുത് നമ്മൾ മലയാളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംസ്കാരം മറ്റുള്ള ആളുകളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും സംസ്കാരമുള്ള ആളുകളാണ് മലയാളികൾ. ഇതെന്തോന്നാണ് ഒരാളെ ക്രൂശിക്കുന്നതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ വേറൊരാളുമായിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഇട്ടാലോ ഒരു വീഡിയോസ് ഇട്ടാലോ അയാൾക്കെതിരെയാണ് പിന്നെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിത് ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ രാഹുലിൻ്റെ സിസ്റ്ററിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തു. ആ മേക്ക് ഓവർ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ പേജിലൂടെ അതൊന്ന് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവരിട്ടേക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് തന്നെ അവർ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് ഇന്നത്തെ എൻ്റെ വർക്ക്, ഹെഡ് സൂൺ സലൂൺ ഓണർ ശ്യാം ചേട്ടൻ്റെ വൈഫും പാലക്കാട് MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സിസ്റ്ററുമായ രജനി ചേച്ചിയുടെ മേക്ക് ഓവർ എന്നാണ് അവർ ഇട്ടേക്കുന്നത്. ആ ഒരു മേക്ക് ഓവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ചടങ്ങൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മേക്ക് ഓവർ ഇച്ചിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതായിരിക്കാം. അപ്പോൾ എന്തായാലും കുരു പൊട്ടിയിട്ട് രാഹുലിനെ കണ്ട് നേരെ മറിച്ച് സിസ്റ്ററിനെ
ആ കുഞ്ഞും ഹസ്ബൻഡും ആണെങ്കിൽ ആർക്കും കുരു പൊട്ടത്തില്ല. രാഹുൽ മാങ്കൂട്ടം അപ്പുറത്തിരിക്കുന്നത് കണ്ടിട്ടാണ് ഈ ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം. അപ്പോൾ അതിലൊരു കമൻറ്റ്, ബെസ്റ്റ് അമ്മാവൻ. അടുത്തൊരു കമൻറ്റ്, ഗർഭം കലക്കിയ അമ്മാവൻ, ആ കുഞ്ഞിനൊരു പൊൻതൂവൽ കൂടി നാട് നീളെ നടന്ന് പല പല പെണ്ണുങ്ങളിലായി കലക്കാത്ത ഗർഭങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു ഡസൻ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട് നടത്താമായിരുന്നല്ലോ. മാങ്ങാണ്ടി ഡാഷ് ഒരു തെറിയാണ്. എന്തൊരു മോശമാണല്ലേ. അടുത്ത കമൻറ്റ്, കുഞ്ഞിൻ്റെ അടുത്തിരുത്താൻ പറ്റിയ മുതൽ. കുഞ്ഞിൻ്റെ അടുത്തിരുത്താൻ പറ്റിയ മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്തിരുത്താൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കുമെന്നില്ല. പുള്ളിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ. പുള്ളി അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പുള്ളിയെക്കാളും എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുള്ള. അപ്പം ഇത് വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് നോക്കുവാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ ഒരാൾ മാത്രമല്ല കുറ്റക്കാരൻ. ഉഭയകക്ഷി സമ്മതപ്രകാരം കോടതിയിൽ നിന്നുള്ള വിധി വരെ നമ്മൾ കേട്ടതാണ്. അപ്പം അയാളെങ്ങനെ കുറ്റക്കാരനാവും? അപ്പം വേറൊരാൾ ഇട്ടിരിക്കുന്ന കമൻ്റ് എന്ന് വെച്ചാൽ കമ്മികൾ മെഴുകുകയാണല്ലോ കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ. കുരുപൊട്ടിയിട്ട് അങ്ങോട്ട് ഒലിക്കുവാണ് ഒരുപാട് ആളുകൾക്ക്. മരിച്ച വീട്ടിൽ പോയാൽ ഡെഡ് ബോഡി, കല്യാണ വീട്ടിൽ പോയാൽ അമ്മാവൻ എട്ടുകാലി മമ്മൂഞ്ചി. അടുത്ത ഒരു കമൻറ്റ്, അമ്മാവൻ്റെ സ്വഭാവം കിട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തുവാടെ ഇതൊക്കെ. ആ കുഞ്ഞ് ആ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെ വെച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള കമൻ്റ് ഇടണോ? അമ്മാവൻ്റെ സ്വഭാവം കിട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. അതിന് മാത്രം കുറ്റമൊന്നും പുള്ളി ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ഒരു കമൻറ്റ്, ഓ ഇവന് പെങ്ങളുണ്ടോ, ബെസ്റ്റ്. അടുത്തൊരു കമൻറ്റ്, ഒരുപാട് മോശമായിട്ടുള്ള, വായിക്കാൻ പറ്റാത്ത, വായിച്ചു കഴിഞ്ഞാൽ അറപ്പുളവാകുന്ന കമൻറ്റുകളൊക്കെയാണ് ഒരുപാട് കമൻറ്റുകൾ. അടുത്ത കമൻറ്റ്, ചെക്കൻ കൃഷ്ണനാണ്, അമ്മാവൻ കംസൻ കുറച്ചുകൂടി ഡീസൻ്റാണ്, അന്യൻ്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടനാണോ കൊച്ചിൻ്റെ മാമ? എന്തൊരു മോശമാണല്ലേ. അപ്പം ഇത് വായിക്കുന്നത് കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ചെവി പൂത്തും. അത്രയ്ക്ക് കുരുപൊട്ടിയിട്ടുള്ള കമൻറ്റുകളാണ് ഇതിനകത്ത് ഓരോ ഐഡിയയിൽ നിന്നും വന്ന് ഇട്ടേക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഞ്ഞിൻ്റെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ചടങ്ങിൽ പോലും ഇത്രയും മോശമായിട്ടുള്ള കമൻ്റ് ഇടണമെങ്കിൽ എത്രത്തോളം ആളുകളുടെ മനസ്സ് ഇതിലേക്ക് പോയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്.